ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഇപ്പോൾ നമ്മളെ സത്താർ ഭായിൻ്റെ മോൻ സൽമാൻ പിരിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ചെറിയവർക്കും വലിയവർക്കും ഒരുപാട് പ്രായം ചെന്ന ആളുകൾക്ക് പറയാനുള്ളത്, സൽമാൻ എന്നാൽ നല്ലൊരു കുട്ടീൻ്റെ ജീവിതാനുഭവമാണ്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഓൻ്റെ ഉപ്പ സത്താർ ഭായി ഞായറാഴ്ചകൾ അവനെ ഇവിടെ കൊണ്ടുവരും. ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവനെ പങ്കെടുപ്പിക്കും. റംസാൻ കിറ്റ് പാക്കിങ്ങിന് സജ്ജിയായി ഉണ്ടാവും. എത്തിയും കുട്ടികൾക്ക് വീടുണ്ടാക്കുമ്പോൾ അവിടെ കല്ല് ചുമക്കാനും മറ്റു പണിക്കും സജീവമായി അവനെ പങ്കെടുപ്പിക്കും. സ്കൂളിൽ പഠിക്കണ കാലം അവൻ്റെ എല്ലിന് ബലം വെക്കാത്തൊരു കാലമായിരുന്നു. എന്നാലും ആവുന്നത്ര പണിയെടുക്കും, കുറച്ച് വിശ്രമിക്കും, പിന്നെയും പണിയെടുക്കും. ഓൻ മരിച്ചറിഞ്ഞപ്പം മോൻ അദ്ദുട്ടി ഗൾഫിൽ നിന്ന് കുറേ ഫോട്ടോകൾ അയച്ചു തന്നു. ഒന്നിച്ച് ഒരു എത്തിയൻകുട്ടിക്കുള്ള വീട്, 2-3 എത്തിയൻകുട്ടികളുള്ള ഒരു കുടുംബത്തിനുള്ള വീട് പണിക്ക് കല്ല് കൊണ്ട് പോകുന്നതിനിടയിൽ വിശ്രമിക്കുന്ന സമയത്ത് ആരോ എടുത്ത ഫോട്ടോ ആയിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ശരീരം വേദനിച്ച് ചളി പുരണ്ട് വിശ്രമിക്കുമ്പോൾ അവൻ്റെ പുഞ്ചിരി നിറഞ്ഞ ആ ഫോട്ടോ അതുകൊണ്ട് എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ടായിരുന്നല്ലോ ഈ മക്കൾ നമ്മളിപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത്യാവശ്യത്തിന് സാമ്പത്തിക സൗകര്യമുള്ള ഉപ്പ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ട് അവർക്ക് വേണ്ടി മക്കൾ അധ്വാനിക്കട്ടെ, അങ്ങനെ വളരണം മക്കൾ. അത് എൻ്റെ പരലോകത്തേക്കും അവൻ്റെ പരലോകത്തേക്കും ഉപകരിക്കും എന്ന ചിന്തയിൽ മക്കളെ വളർത്തിയ ഒരു പിതാവാണ് സത്താർ. മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോഴും വീട് പണിക്ക് സഹായിക്കുമ്പോഴും മക്കൾക്കുണ്ടാകുന്ന ശാരീരിക വേദന അല്ല പ്രശ്നം. മക്കൾക്ക് പരലോകത്ത് വേദന ഉണ്ടാവരുത് എന്ന ശിക്ഷണം, അതായിരുന്നു സത്താറിൻ്റെ മാതൃക. 4 പണിക്കാർക്ക് കൂലി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ല സത്താർ അങ്ങനെ ചെയ്തത്. കൂലി വേറെ കൊടുക്കാം. മക്കൾ പാവങ്ങളെ കഷ്ടപ്പാട് കണ്ട് അവരെ സഹായിക്കുന്ന മനസ്സുണ്ടാകണമെന്ന് ആഗ്രഹമായിരുന്നു. സുബൈ ഉൾപ്പെടെ ജമാഅത്ത് നമസ്കാരത്തിന് പിതാവിനൊപ്പം പള്ളിയിൽ സൽമാൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ സൽമാൻ്റെ കഥ ഒന്നിൽ വന്നുള്ള നമ്മളെ എല്ലാ പ്രവർത്തകർക്കും അറിയാം. പക്ഷെ നമ്മൾക്കിതിൽ എന്ത് പാടുണ്ട്? നമ്മളും കുട്ടികളെ വാപ്പാരാണ്, നമ്മളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. സത്താറിൻ്റെയും മകൻ്റെയും ജീവിതത്തിൽ ബിസ്മില്ല പ്രവർത്തകന്മാർക്ക് വല്ല മാതൃക ഉണ്ടോ ഇല്ലേ എന്നൊരു ആത്മപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. മരിക്കിൻ്റെ തലേ ദിവസവും ജുമക്ക് പിതാവിനൊപ്പം കാവനൂർ പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് ആ കുട്ടി ഉണ്ടായിരുന്നു. ഞാനവിടെ ഒരു പള്ളിയിൽ ചെന്ന് ഇങ്ങനെ മരുസ്കരിച്ചിരിക്കുമ്പോൾ എന്നെ പരിചയമുള്ള ഒരു പ്രായമുള്ള, എന്നെക്കാളും പ്രായമുള്ള ഒരു നല്ല മനുഷ്യൻ വന്നിട്ട്, ഇങ്ങോട്ട് പോവണല്ലേ, മയത്ത് എത്തിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങോട്ട് പോവാണ്, സ്കെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ, നല്ല കുട്ടിയേനി. ഇന്നലെ ജുമയ്ക്കും ഞാനും ഓനും പള്ളിയിലും എൻ്റെ വാപ്പ ഒന്നിച്ചായിരുന്നു. വാപ്പാൻ്റെ കൂടെ തന്നെ ഓനുണ്ട്. വാപ്പ പള്ളിയിൽ പോവുകയാണെങ്കിൽ വാപ്പാൻ്റെ കൂടെ ഉണ്ടാവും, വാപ്പ ഏത് സൽക്കരം ചെയ്യുകയാണെങ്കിൽ ഓൻ കൂടെ ഉണ്ടാവും. വല്ലാത്തൊരു കുട്ടിയാണ് ഓന് എന്ന് പറയണത്. ഓനെക്കാട്ടിലും 3 ഇരട്ടിയോ 4 ഇരട്ടിയോ പ്രായമുള്ള താടി നരച്ച തല നരച്ച ഒരു മനുഷ്യനാണ് പറയുന്നത്. അത് പറയുമ്പോഴും ആ മനുഷ്യൻ്റെ തൊണ്ട ഇടറിക്കൊണ്ടാണ് പറഞ്ഞത്. അതും കഴിഞ്ഞ് അസംസ്കാരം അനന്തരം നന്മ ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ പരിസരത്ത് മണ്ണ് നീക്കണ ഒരു പണി ഉണ്ടായിരുന്നു. ഞാൻ നട ചെന്നപ്പോൾ മണ്ണ് നീക്കിയ സ്ഥലവും
അന്ന് ചെയ്ത പണി ഒരു വാപ്പ ഇങ്ങനെ കാണിച്ചു തരാണ്. കാക്ക ലോറ് ജുമാക്കിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അസർ സ്കെച്ചിട്ട് മോൻ ഇവിടെ ഈ സെൻറ്ററിൻ്റെ അവിടെ പരിസരത്ത് മണ്ണ് നീക്കണ പണിയിലും ഉണ്ടായിരുന്നു. ഉയർന്ന വിദ്യാഭ്യാസം കിട്ടി ബി.എഡിനൊക്കെ പഠിക്കുന്ന സമയമായിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരത്തിൽ മണ്ണാകണ പണിയെടുക്കണതിലും മടിയില്ലാത്തൊരു കുട്ടിയാണ്. ഇപ്പോൾ ബി.എഡിനൊക്കെ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം സാമ്പത്തിക സൗകര്യമുണ്ട്, ശരീരം നല്ല ചുരുക്കമുള്ള ശരീരമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ മണ്ണ് കയറ്റണോ, വാപ്പക്ക് ഒരാളെ കൂലി കൊടുത്താൽ പോരെ എന്നുള്ളതിന് പകരം ഇത് എൻ്റെ പരലോകത്തേക്കാണ് എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി ബിസ്മിൽ വന്ന കുട്ടിക്കാലം മുതലുള്ള കാലഘട്ടം നന്മ തുടങ്ങിയപ്പോൾ അവിടെയും സജീവമായി വളർന്ന ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ്. അപ്പം മകൻ്റെ ശരീരത്തിൽ മണ്ണാകണയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ബാപ്പ, അത് സത്താറിൻ്റെ ഒരു വലിയൊരു ഗുണമായിട്ട് കാണുക. നമുക്ക് നമ്മളെ മക്കൾ നമ്മൾ ഏറ്റെടുത്ത് ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ പൊടി പുരളുന്നൊരു ശരീരം മക്കൾക്ക് ഉണ്ടാവണം. മക്കളും ഈ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് എൻ്റെ ശേഷം ഒരു പിന്തുടർച്ച ഉണ്ടാവണം. മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നേടി ഉന്നമനെത്തുമ്പോൾ പോലെ തന്നെ മക്കൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കണം എന്ന് നമുക്കൊക്കെ കാട്ടിത്തന്ന ഒരു ഉത്തമ മാതൃകയാണ് അതിൽ നമുക്ക് സത്താറിന് കാണാൻ പറ്റും. അപ്പോൾ സുബൈൻ്റെ ജമാഅത്തിന് മക്കളെ വിളിച്ചു നിർത്തിയാൽ മക്കളെ വിദ്യാഭ്യാസത്തിന് കേടാവും. ഓണീക്കുമ്പോൾ നിസ്കരിച്ചോട്ടെ, എന്നാലും കഥയാവുന്നില്ലല്ലോ, എന്നാലും നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് കരുതുന്ന രക്ഷിതാക്കൾക്കും പാടാണ്. പരിസരത്തുള്ള 3-4 പള്ളികളിലെ എല്ലാ മേഖലയിലുള്ള പള്ളിയിലുള്ള ആളുകൾക്കും പറയാനുള്ളത്, ഓന് നേരായി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഓനുണ്ടാവും. അപ്പോൾ മക്കളെ വിളിച്ചുണർത്തി പള്ളിക്കൊക്കെ കൊണ്ടുപോകുന്നതും മാതൃകയാണ്. അത് മക്കൾ എത്ര വലുതായി എന്നുള്ളതല്ല, മക്കളാണല്ലോ, ആ അർത്ഥത്തിൽ മക്കളെ കാണും. ഇപ്പോൾ ആവശ്യത്തിന് അല്ലെ അത്യാവശ്യത്തിന് സൗകര്യമൊക്കെ ജീവിക്കുന്ന മക്കളെ മറ്റൊരാളെ വീട് പണിക്ക് അവിടേക്ക് മണ്ണ് ചുമക്കാൻ, കല്ല് ചുമക്കാൻ, അരി പാക്ക് ചെയ്ത് അവരെ തോളിൽ കയറ്റി കൊണ്ടുപോയി കൊടുക്കാൻ, അതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകുന്ന ഒരു രക്ഷിതാവ്, അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അത് സന്തോഷത്തിൽ ഏറ്റെടുക്കണം. മക്കളും സന്തോഷത്തോടെ പറഞ്ഞേക്കാൻ പറ്റിയൊരു രക്ഷിതാവുമായി മാറാൻ കഴിയുക എന്നുള്ളതാണ് ഈ സത്താറിൻ്റെയും സൽമാൻ്റെയും ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ മരണം ഉണ്ടായതിന് ശേഷം ഒന്നുകൂടി ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ മരണത്തിന് ശേഷം 3 ദിവസം ഞാൻ തുടർച്ചയായിട്ട് അവിടെ പോയി സത്താറിനെ കണ്ടിരുന്നു. ആ പരിസരത്തുള്ള ഒരുപാട് ആളുകളെ കണ്ടു. എല്ലാവർക്കും പറയാനുള്ള 24 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെ പറ്റിയാണ്. അവൻ്റെ സ്വഭാവം, അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാലം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വല്ലാത്തൊരു മാതൃകയുള്ള ഒരു കുട്ടിയായി മാറി എന്നുള്ളതാണ്. നമ്മളിതിൽ നിന്ന് ഓരോ പാഠം നമ്മൾ ഖുർആനിന്നും സുന്നത്തുനിന്നും മഹാന്മാരായ ആളുകൾ ജീവിതത്തിൽ നിന്നൊക്കെ നമ്മളൊരുപാട് പാഠം പഠിക്കലുണ്ട്. പക്ഷെ നമ്മളെ കൂടെ ഇങ്ങനെയൊക്കെ ആളുകൾ വളരുമ്പോൾ ഇതും നമ്മൾക്കും നമ്മളെ മക്കൾക്കും ഒരു മാതൃക വേണം. ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതും അത്യാവശ്യത്തിന് സൗകര്യമുള്ള ഒരു കുടുംബമായിട്ട് പോലും ഒരു നല്ല മാതൃക എന്നുള്ളതാണ്. കാരണം സൗകര്യമൊക്കെ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ. നമ്മളിപ്പോൾ ഒരു 10,000 കൊടുത്താൽ ആ പ്രശ്നം തീരുമല്ലോ. നമ്മളെ മക്കളെന്തിനാണ് നമ്മൾ പാക്കിങ്ങിന് ഓടുന്നത്? നമ്മളെ മക്കളെന്തിനാണ് നമ്മളിതിനൊക്കെ ചെയ്യുന്നത്? ഓരോ നല്ല മാർഗത്തിലല്ലേ? നല്ല മാർഗത്തിലാണ്. പക്ഷെ ഇതിലൊരുപാട് മാതൃക തോന്നി. ആ അർത്ഥത്തിൽ സത്താറിൻ്റെയും മോൻ്റെയൊക്കെ ഒരു ജീവിതം നമുക്കൊരു മാതൃകയാണ്. പഠിച്ചോന് സൽമാൻ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. വാപ്പാക്കും വല്യാപ്പാക്കും 10, 75, 80 ആയിട്ടുണ്ടാവും വല്യാപ്പാക്ക്. ആ വല്യാപ്പാനൊക്കെ 2-3 ദിവസങ്ങളിൽ ഇങ്ങനെ കണ്ട് സംസാരിച്ചപ്പോഴൊക്കെ നല്ലതല്ലാത്തതൊന്നും പറയാനില്ലാത്തൊരു വല്യാപ്പ. അത് മരിച്ചതിന് ശേഷം മൊത്തത്തിൽ എല്ലാവരെ പറ്റി നല്ലത് പറയും, പക്ഷേ നല്ലത് മാത്രം പറയാനുള്ള ഒരു വല്യാപ്പ, കുടുംബങ്ങൾ. അപ്പോൾ ഇത് നമ്മളെ ബിസ്മിലുള്ള നമ്മളെ കുട്ടികൾക്കും നമുക്കും ഒരു വലിയ മാതൃകയാണ്. ആ അർത്ഥത്തിൽ
സൽമാൻ്റെ എല്ലാ പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കട്ടെ. അവൻ്റെ ഉപ്പാക്കും വലിയപ്പാക്കും കുടുംബത്തിൻ്റെ എല്ലാവർക്കും അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിൽ ഒന്നിച്ചു കൂടാൻ അവർക്കും നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോടൊപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു 75 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരു യത്തീം കുടുംബം ഇവിടെ പേര് രചിച്ചതിന് 7 വയസ്സിന് താഴെ പ്രായമുള്ള 2 കുട്ടികൾ, കൃത്യമായി വരുമാനമൊന്നുമില്ല. കുട്ടിയുടെ പഠനത്തിനും ഭക്ഷണത്തിനും പ്രയാസമാണെന്നാണ് ആ സഹോദരി ഇവിടെ നിന്ന് പറഞ്ഞത്. ഞാനും സീതാലു സാഹിബും സഫീറും അവരെ അവസ്ഥ പഠിക്കാൻ പോയി. പിതാവ് മരിച്ചിട്ട് 3 വർഷമായി. തുരുമ്പിച്ച ഒരു ഓല ഷെഡിലാണ് അവർ താമസിക്കുന്നത്. മേലോട്ട് നോക്കിയാൽ ആകാശം കാണും. മഴ പെയ്താൽ വെള്ളം മുഴുവൻ അകത്ത്. ഇതാണ് അവരുടെ അവസ്ഥ. കെട്ടിമേയാൻ ഓരോ വർഷവും 10,000-ലധികം ഉറുപ്പ്യേൻ്റെ ഓലയും കവുങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ഇത് നന്നാക്കും പഞ്ചായത്തിൽ നിന്ന് കിട്ടൂലെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, ആധാരം ഞങ്ങളുടെ പേരിലല്ല, അതുകൊണ്ട് കിട്ടൂല. ആധാരം ആരുടെ പേരിലാണ് ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹിതൻ ഭാസ്കരേട്ടൻ്റെ പേരിലാണ് ആധാരം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഭാസ്കരേട്ടൻ ഒന്ന് കാണിച്ചു തരുമോ? അങ്ങനെ ഭാസ്കരേട്ടനുള്ളടത്ത് പോയി. ഭാസ്കരേട്ടനൊരു ഹോട്ടലിലിരുന്ന് ഞങ്ങൾക്ക് ചായയൊക്കെ വാങ്ങി തന്നിട്ട് പറഞ്ഞു, ആ കുട്ടിയുടെ ഒപ്പം എൻ്റെ അടുത്ത സ്നേഹിതനായിരുന്നു. ഓ മരിച്ചിട്ട് 3 കൊല്ലമായി. 11 വർഷവും 3 മാസം മുമ്പ് അവനൊരു ഭൂമി പാസ്സായി. അവൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് അത് എൻ്റെ പേരിലേക്ക് ആക്കാൻ അവൻ പറഞ്ഞു. ഞാൻ 1,24,000 രൂപ കൊടുത്ത് അത് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ഞാൻ ഈ കാശ് തരുമ്പോൾ ഭൂമി എനിക്ക് തിരിച്ചു തരണം എന്നോ എന്നോട് പറഞ്ഞു. തരാമെന്ന് ഞാനും പറഞ്ഞു. അവനാ കാശ് തരാൻ പറ്റിയില്ല. അവനും മക്കളും ആ സ്ഥലത്തൊരു ഷെഡ് കെട്ടി അതിൽ താമസാക്കി. അവൻ മരിച്ചിട്ട് 3 വർഷമായി. ഇനി 9 മാസം കൂടെ കഴിഞ്ഞാൽ ആധാരം ആ മക്കളുടെ പേരിൽ എഴുതി കൊടുക്കും. ഈ ഭൂമി അവരുടെ പേരിൽ എഴുതണമെങ്കിൽ 12 വർഷം തികയണം. 11 കൊല്ലവും 3 മാസം പിന്നിട്ടു. അവർ കാശ് തന്നിട്ടില്ലെങ്കിലും 9 മാസം കൂടി കഴിഞ്ഞാൽ ഞാനിത് ആ മക്കളെ പേരിൽ എഴുതി കൊടുക്കും. അന്ന് ഞാൻ കൊടുത്ത 1,24,000 രൂപ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് സാധിക്കെങ്കിൽ തന്നാലൊരു ഉപകാരമാവും. എനിക്ക് 1 ഉറുപ്പ്യയിലധികം ഇനി ആവശ്യമില്ല. ഞാൻ മരിച്ചാലും ഈ സ്ഥലം ആ മക്കൾക്ക് കൊടുക്കണമെന്ന് ഭാര്യയും മക്കളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിൽ എന്തോ ഒരു മെസ്സേജാൽ 11 കൊല്ലവും 3 മാസം മുമ്പ് 1,24,000 രൂപ മുടക്കിയിട്ട് ഇപ്പോൾ ആ സഹോദരൻ പറയാണ്, എനിക്ക് 1 ഉറുപ്പ്യ അധികം വേണ്ട, ആ 1,24,000 നിങ്ങൾ തരികയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. തന്നിട്ടില്ലെങ്കിലും ഞാൻ ആ മക്കളെ വില എഴുതി കൊടുക്കും. ഞാൻ വലിയ സമ്പന്നമൊന്നുമല്ല, കൂലിപ്പണി എടുത്താണ് ജീവിക്കുന്നത്. 11 കൊല്ലം 3 മാസം മുമ്പ് അവർ തമ്മിൽ പറഞ്ഞ ഒരു വാക്ക് മാത്രമാണ്, ഒരു രേഖയില്ല അതിനകത്ത്. ഈ സഹോദരൻ്റെ അടുത്ത് ഒരു കടലാസ് പോലും ഈ സ്ഥലം ഞങ്ങൾക്ക് കിട്ടാനുള്ളതാണ്, ഒരു രേഖ പോലും ഇല്ല. ഭാസ്കരേട്ടൻ പറഞ്ഞ് 9 മാസവും കൂടി കഴിഞ്ഞാൽ ഞാൻ മക്കളുടെ പേരിൽ എഴുതി കൊടുക്കും. നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ എനിക്ക് വലിയ അനുഗ്രഹമാണ്. ഓൻ അസുഖമായ കിടന്ന കാലത്ത് ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് വേണ്ട, അത് ഞാൻ തിരിച്ചു വാങ്ങൂല. ഈ ഭൂമിക്ക് കൊടുത്തത് കിട്ടിയാൽ എനിക്ക് ഉപകാരമായിരുന്നു. ഞാനത് ഒരു പേരിൽ എന്തായാലും എഴുതി കൊടുക്കും. ഭാസ്കരേട്ടൻ പടിഞ്ഞാറോട്ടിന് തിരിഞ്ഞാണ്ട് പറയാണ്. നേരെ ഒരു പള്ളീൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ നേരെ പടിഞ്ഞാട്ടിന് തിരിഞ്ഞാണ്ട് പറയാണ്, ഈ മുതൽ ആ മക്കളുടേതാണ്, അവർ സമാധാനത്തോടെ കഴിയട്ടെ, എന്നെക്കൊണ്ടാവുന്നത് ഞാനും ചെയ്യാം. ഇതിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ നമുക്കുണ്ട്. കൂട്ടത്തിൽ ആ കുടിലിൻ്റെ മുകളിലേക്ക് മട്ടലും തേങ്ങയും വീണ് എപ്പോഴും അതിൻ്റെ മേൽക്കോര ദ്രവിച്ചു പോകും, പൊളിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ തെങ്ങുകൾ മുറിച്ച് വീട് നന്നാക്കി കൊടുക്കണം. ഭാസ്കരേട്ടൻ പറയുന്നുണ്ട്, തെങ്ങുകളൊക്കെ മുറിച്ച് വീടൊന്ന് നന്നാക്കി കൊടുക്കണം, എന്നാൽ മക്കൾക്ക് സമാധാനമായിട്ട് കഴിയാലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തെങ്ങ് വെട്ടാൻ ആളെ കിട്ടുമോ, പൈസ നമുക്ക് തരാം. ഭാസ്കരേട്ടൻ പറഞ്ഞു, തെങ്ങ് ഞാൻ വെട്ടിച്ചോളാം.
അപ്പോൾ ഞങ്ങൾ പറയും തെങ്ങ് വെട്ടിയാൽ ചുമരില്ലല്ലോ, ഒരു സ്ലാബ് ഇട്ടിട്ട് ആരോ ഉണ്ടാക്കി കൊടുത്ത സ്ലാബുകളാണ്, മുകളിൽ മുഴുവൻ ദ്രവിച്ച ഓലകളാണ്. ഞങ്ങൾ പറഞ്ഞ മുകളിൽ തകര ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഭാസ്കരേട്ടൻ്റെ ജ്യേഷ്ഠൻ പറയാണ്, തകര ഷീറ്റ് ഇട്ടാൽ നല്ല ചൂടാവും, ആ മക്കളവിടെ വെന്തു പോവും, ആ മക്കൾക്ക് ചൂട് സഹിക്കാൻ കഴിയില്ല, നിങ്ങൾ കുറച്ച് കൗക്കോലും പട്ടികയും വാങ്ങി കുറച്ച് ഓടിട്ട് കൊടുത്താൽ ഏറ്റവും ഒരു സുഖയിനല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണത് ഭാസ്കരേട്ടൻ്റെ ജ്യേഷ്ഠനാണ്. ഭാസ്കരേട്ടനെ പോലെ ചിന്തിക്കണ ഒരു ജ്യേഷ്ഠനും യാതൊരു രേഖയില്ലായിട്ടും ചോദിക്കാനും പറയാൻ ആളില്ലാത്തൊരു കുടുംബമായിട്ടും ആ പരിസരങ്ങളിൽ താമസിക്കുന്ന 99% ഭാസ്കരേട്ടൻ്റെ സമുദായക്കാരാണ്. കുറച്ച് ഇപ്പുറത്താണ് എല്ലാവരും താമസിക്കുന്നത്. പക്ഷെ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഇത്ര സുരക്ഷിതമായിട്ട് ഭാസ്കരേട്ടൻ ആ കുടുംബത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ വീണ മട്ടലും ആ വീടുമിൽ വീണ് പോണ തേങ്ങ വീണിട്ട് ചോർന്നൊലിക്കുന്നതും ഭാസ്കരേട്ടൻ്റെയും ജ്യേഷ്ഠൻ്റെയും മനസ്സിൽ വല്ലാത്ത വേദനയാണ്. തകര ഷീറ്റ് ഇട്ട് കൊടുക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ തകര ഷീറ്റിൻ്റെ ഉള്ളിൽ ചൂടാവും, ആ മക്കൾക്ക് ഒന്ന് ഓടിട്ട് കൊടുക്കാൻ പറ്റിയെങ്കിൽ എത്ര നന്നായിരുന്നു ചോദിക്കുന്നതിനും ഒരു ഭാസ്കരേട്ടൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു കുടുംബമായിട്ടും ഇത്ര സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭാസ്കരേട്ടന് ഇന്ന് നമുക്കൊക്കെ മാതൃകയാണ്. നമുക്ക് മാതൃക ശരിക്കും ഖുർആനാണ്, നമ്മൾക്ക് മാതൃക സുന്നത്താണ്. പക്ഷെ ഖുർആനും സുന്നത്തും മാതൃകയായി പിൻപറ്റി ജീവിക്കേണ്ട നമ്മളെ സാമ്പത്തിക മേഖലകളിലെ ഇടപാടുകളിൽ വന്നു പോണ കാര്യങ്ങൾ ഒരു ആത്മപരിശോധന നോക്കിയാൽ ഭാസ്കരേട്ടൻ്റെ മുന്നിൽ തല താഴ്ത്തി പോവും പല ആളുകളും. ആരാധനാ കാര്യങ്ങളിൽ ഒക്കെ വലിയ സൂക്ഷ്മതയുള്ള പലരും സാമ്പത്തിക കാര്യങ്ങളിൽ ഇത്ര സൂക്ഷ്മത കാണാറില്ല. കടം വാങ്ങി തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിലും കരാർ പാലിക്കുന്ന വിഷയത്തിലും കൂട്ടുകച്ചവടം നടത്തുന്നതിനിടയിലും കൂട്ടുകച്ചവടം നിർത്തി പിരിയുന്ന സമയത്താണെങ്കിലും പൊതുമുതൽ കൈകാര്യം ചെയ്യുമ്പോഴെല്ലാം സൂക്ഷ്മത കുറഞ്ഞു വരുന്ന ഈ കാലത്ത്, സുഹൃത്ബന്ധങ്ങളൊക്കെ ഇടപാടിൻ്റെ പേരിൽ തെറ്റുന്ന ഈ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് വാക്കാലുള്ള ഒരു കരാറ് പൂർത്തിയാക്കുന്ന ഭാസ്കരേട്ടൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയാണ്. നമുക്ക് മാതൃക നമ്മൾ പിൻപറ്റേണ്ടത് വിശുദ്ധ ഖുർആനാണ്. എല്ലാവർക്കും മാതൃക വിശുദ്ധ ഖുർആൻ തന്നെ. വിശ്വാസികൾ എങ്ങനെ ആയിരിക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വല്ലദീനഹും ലി അമാനാത്തിയും വഅഹദിഹിം റാഹൂൻ, തങ്ങളുടെ അനാമത്തുകളും കരാറുകളും പാലിക്കുന്നവരും. മറ്റു സ്ഥലത്ത് അമാനത്ത് എന്ന് പറയുന്നുണ്ട്, ഇവിടെ അനാമത്തുകൾ എന്ന് പറയുന്നുണ്ട്. എന്തായാലും മറ്റുള്ളവരെ ഹക്ക് അത് ശരീരത്തിൽ പുരളാതെ കലരാതെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ട ആളുകളാണ് വിശ്വാസികൾ. നിർഭാഗ്യവശാൽ സാമ്പത്തിക മേഖലയിലുള്ള സൂക്ഷ്മത കുറഞ്ഞു വരുന്നൊരു സമയമാണിപ്പം. അപ്പോൾ വിശ്വാസം പറഞ്ഞു, കരാർ പാലിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കരാറ് പാലിച്ച് സാമ്പത്തിക മേഖലയിൽ അതിസൂക്ഷ്മത പുലർത്തി ജീവിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിൽ സാമ്പത്തിക മേഖലയിൽ ഭാസ്കരേട്ടൻ്റെ ഈ ഇടപെടലുകളും നമുക്ക് വലിയ മാതൃകയാണ്. സത്താറിൻ്റെ മോൻ സൽമാനും നമ്മൾക്കും നമ്മളെ മക്കൾക്കും വലിയ മാതൃകയാണ്. അതേപോലെ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഒരാളെ കയ്യും പിടിച്ച് ഓഫീസിൽ വന്നു. എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഇതിൻ്റെ ഉപ്പയാണെന്ന് പറഞ്ഞു. പറയണത് ഒരു 10-28 വയസ്സായ ചെറുപ്പക്കാരൻ. എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, എൻ്റെ അപ്പാക്ക് ഡയാലിസിസ് ചെയ്യാണ്, ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ കണ്ണ് ഇപ്പോൾ എടുത്തു മാറ്റി, മറ്റേ കണ്ണിനും കാഴ്ചയില്ല, കുറഞ്ഞു വരികയാണ്. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി നോക്കിയപ്പം ആ സഹോദരൻ പറഞ്ഞു, കാഴ്ച ഒരു കണ്ണിന് ഇല്ല, ആ കണ്ണെടുത്ത് മാറ്റിപ്പോയി, മറ്റേ കണ്ണിന് കുറച്ച് കാഴ്ച ഉണ്ട്, വെയിലത്ത് നോക്കാൻ വയ്യ, വെയിൽ നോക്കിയാൽ കണ്ണിന് പ്രശ്നമാണ്, ഇരുട്ടത്ത് പോയിക്കാണെങ്കിൽ ഒരു മൂടലുമാണ്, പകൽ വെളിച്ച സമയത്ത് കുറച്ച് കാണെങ്കിലും വെയിലത്തേക്ക് നോക്കാൻ വയ്യ, രാത്രിയാണെങ്കിൽ ഇരുട്ടും ഒരു മൂടലും വന്നു. ചുരുക്കം പറഞ്ഞാൽ രാവും പകലും കണ്ണിന് പ്രയാസം. വീട്ടിൽ ചെന്നപ്പോൾ ആ മകൻ്റെ ഭയങ്കര സ്വഭാവം, ബാപ്പാനോടുള്ള വിനയം, ബാപ്പാനെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്, ഞങ്ങളോടുള്ള പെരുമാറ്റം,
ഇതൊക്കെ ഇവിടെ കണ്ട് ഭയങ്കര വിനയുള്ളൊരു കുട്ടിയായപ്പോൾ ഞാൻ ചോദിച്ചു ഇവൻ എന്താ ചെയ്യണമെന്ന്. അപ്പോൾ അവനങ്ങനെ +2 കഴിഞ്ഞ് ഒരു ഡിപ്ലോമക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ ഒരു അനുജന് ക്യാൻസർ വന്നു, 3 കൊല്ലക്കാലം RCCയിൽ ചികിത്സ നടത്തി, 3ാമത്തെ കൊല്ലം പൂർത്തിയായപ്പോൾ അവൻ മരിച്ചു. വീണ്ടും മോൻ്റെ പഠനം അല്ലെങ്കിൽ നീ തൊഴിൽ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് കിഡ്നി പോണത്. എൻ്റെ കിഡ്നി പോയി, എൻ്റെ കണ്ണ് പോയി, മറ്റേ കണ്ണിൻ്റെ കാഴ്ചയും പോയി. ഇപ്പം അധ്വാനിക്കാൻ പോകാൻ പറ്റാതായി, ഓനും അധ്വാനിക്കാൻ പോകാൻ പറ്റാതായി. തിരുവനന്തപുരത്തുള്ള മോൻ ചികിത്സിച്ച 3 കൊല്ലം ഓനതിന് പോയിന്. അന്ന് എനിക്ക് കുടുംബം പുലർത്താൻ അധ്വാനിക്കാൻ പറ്റിയിരുന്നു. ആ കുട്ടി മരിച്ച് പുതിയ ജീവിതത്തിൽ കിടന്നപ്പോഴാണ് എൻ്റെ കിഡ്നി പോണത്, എൻ്റെ കാഴ്ചയും പോയത്. ഇപ്പോൾ ഓന് വീണ്ടും പഠിക്കാനുണ്ട്. പക്ഷേ ഈ കുട്ടി ഓൻ്റെ വിദ്യാഭ്യാസമോ ഓൻ്റെ ഭാവിയോ ഓൻ്റെ ഒരു കാര്യം നോക്കാതെ അനുജനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് 3 കൊല്ലം ഓൻ മുൻപന്തിയിലായി. അത് കഴിഞ്ഞൊരു ജീവിതത്തിൽ കടന്നു വരാൻ നോക്കുമ്പോഴാണ് വാപ്പാൻ്റെ കിഡ്നി വീണത്. അപ്പോൾ വാപ്പാനെ നോക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ സ്വന്തം ജീവിതം അനുജന് വേണ്ടിയിട്ടും ബാപ്പാക്ക് വേണ്ടിയിട്ടും അതിലേറെ എൻ്റെ പരലോകത്ത് എനിക്ക് ഉപകാരം കിട്ടുന്നില്ല തിരിച്ചറിവിൽ മുന്നോട്ട് നീങ്ങിയ മറ്റൊരു ചെറുപ്പക്കാരൻ സൽമാൻ്റെ മറ്റൊരു പതിപ്പ്. അപ്പോൾ ഇതിലും നമുക്കും നമ്മളെ മക്കൾക്കും നല്ല പാടുണ്ട്. 2 പാട്. ഒന്നിനകത്രം 1-2 ആൺകുട്ടികളുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ ആ ഒന്നിനകത്രം പോകുന്ന 2 കുട്ടികളുണ്ടായതുകൊണ്ട് കാര്യമായില്ല. ആ കുട്ടികളെ നമ്മളെങ്ങനെയാണ് വളർത്തുന്നത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. മക്കളെ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരുപാട് ഊന്നലെടുത്ത് പഠിപ്പിക്കും. ഭൗതികതയൊക്കെ നല്ലതാണ്, വിദ്യാഭ്യാസം സമ്പത്തൊന്നും ഇല്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഭൗതികത നേടി നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി അതൊക്കെ കൊടുത്തു, ഇനി സമാധാനമായി ഇരിക്കുക എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ സത്താറിന് B.Ed കഴിഞ്ഞൊരു മോൻ പോകുമ്പോൾ ഒന്നും അവശേഷിക്കില്ല. ഒരു കടലാസ് ചിലപ്പോൾ ഉണ്ടാവും അൾമറിൻ്റെ ഉള്ളിൽ. പക്ഷേ ഈ റൂമിൽ നിറച്ച് വെക്കാൻ മാത്രം എഴുതാൻ പറ്റിയ അനുഭവങ്ങൾ ബാക്കി വെച്ചിട്ട് 24ാമത്തെ വയസ്സിൽ മകനെ പറഞ്ഞയച്ച രക്ഷിതാവിനോട് സംസാരിക്കാൻ വളരെ എളുപ്പമുണ്ടേനി. എത്ര സംസാരിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കാനും പറയാനും എമ്പാടും കയ്യിൽ മുതലുണ്ടേനി. പതറണ്ട മോൻ പോയത് പരലോകത്ത് നല്ല മാർഗത്തിലാണ്. ഇന്നലെ വരെ കൂടെ അള്ളാൻ്റെ മാർഗത്തിലായിരുന്നു. നമ്മൾക്ക് പറയാൻ പറ്റണം നമ്മളെ മക്കൾ നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ നമ്മളോട് ഇഞ്ചി ചേർന്ന മക്കളാണ് എന്നൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ അത് മക്കൾക്കും നമുക്കും നാളേക്ക് വലിയ ഉപകരിക്കും. അതേപോലെ ഈ കുട്ടി മറ്റൊരു മാതൃക കുട്ടിയാണ്. സൽമാന് അങ്ങനെ ഒരു മാതൃക ഉണ്ടാക്കി പോയപ്പോൾ ഭാസ്കരേട്ടൻ ഇങ്ങനെ ഒരു മാതൃക സാമ്പത്തിക മേഖലയിലുള്ള സൂക്ഷ്മത കാണിച്ചപ്പോൾ ഈ കുട്ടി അനുജന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. അനുജൻ പോയപ്പോൾ ഒരു ബാപ്പാൻ്റെ കൂടെ മാറ്റിവെച്ചു. അനുജനും ബാപ്പാക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച് ചെറുപ്പക്കാരുള്ള കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ യുഗത്തിൽ, ഈ കാലഘട്ടത്തിൽ മക്കൾ രക്ഷിതാക്കൾക്കൊരു പേടി സ്വപ്നമായി മാറുന്ന കാലം. റോട്ടിൽ വരുന്ന മറ്റുള്ള ആക്രമിക്കാൻ വരുന്ന ശത്രുവിനേക്കാളും ഭയപ്പാടാണ് കൂടെ വീട്ടിൽ പോറ്റി വളർത്തി മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കി വെച്ച് പലപ്പോഴും മക്കൾക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കാതെ, സദക്ക കൊടുക്കാതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാനുള്ള സമയം കണ്ടെത്താതെ മക്കൾക്ക് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ, പിന്നെ നീച്ച് നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ ഓന് പുറപ്പെട്ടാൽ ഓൻ്റെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ മക്കളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് കരുതി മുന്നോട്ട് പോകുന്ന രക്ഷിതാക്കൾക്കും ഈ സത്താറിൻ്റെ മോനും ഈ കിഡ്നി പോയ മനുഷ്യൻ്റെ മാതൃക കാണിച്ച ഈ കുട്ടിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നൊക്കെ മാതൃക ഉൾക്കൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മടങ്ങിപ്പോകാനുള്ളൊരവസരം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കളും നമ്മൾ ഏറ്റെടുത്ത ഈ പാതയിൽ അതേ ആത്മാർത്ഥത, അതിലും കൂടി ആത്മാർത്ഥതയോടുകൂടി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ളൊരു പിന്തുടർച്ചക്കാരുണ്ടായി ഈ സംവിധാനത്തെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഈ മരിച്ചുപോയ സൽമാനും അല്ലാഹു തആല പരലോകത്ത് ഉന്നത പദവി ചെയ്ത ഓരോ കർമ്മങ്ങൾക്കും ഇരട്ടിയായി പ്രതിഫലം നൽകി സ്വർഗത്തിൽ ഉന്നത പദവി ആ കുട്ടിക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യാൻ
സാമ്പത്തിക മേഖല സൂക്ഷ്മതയും മറ്റെല്ലാ മേഖല സൂക്ഷ്മതയും പുലർത്തി മരണം വരെ ജീവിക്കാനുള്ള എല്ലാ തൗഫീഖും അള്ളാഹു തആല നമുക്ക് ഓരോന്നും അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. അസ്സലാമു അലൈക്കും.